നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ നാം ചർച്ച ചെയ്യുന്നു ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ ധ്യാനയോഗം എന്ന 6-ാമത്തെ അധ്യായത്തിലെ 44-ാമത്തെ ശ്ലോകം. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യവശോപി സഹ ജിജ്ഞാസുരഭി യോഗസ്യ ശബ്ദബ്രഹ്മാധിവർത്തതേ. അടുത്തതായി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. പൂർവാഭ്യാസേന തേന ഏവ ഹ്രിയതേ ഹി അവശഃ അഭി സഹ ജിജ്ഞാസുഹു അഭി യോഗസ്യ ശബ്ദബ്രഹ്മ അതിവർത്തതേ. അടുത്തതായി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. തേന പൂർവാഭ്യാസേന ഏവ അവശഃ അഭി സഹ ഹ്രിയതേ യോഗസ്യ ജിജ്ഞാസുഹു അഭി യോഗബ്രഹ്മ അതിവർത്തതേ. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. പൂർവജന്മത്തിലെ ബ്രഹ്മജ്ഞാനമയമായ അഭ്യാസത്തിൻ്റെ വാസനാബലത്തിൽ അവൻ അവശനാണെങ്കിൽ കൂടെയും യോഗമാർഗത്തിലേക്ക് അവൻ ആകർഷിക്കപ്പെടുന്നു. യോഗവൃത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ജിജ്ഞാസു ആണെങ്കിൽ പോലും വേദോക്ത കർമ്മഫലമായ സ്വർഗാദി സുഖവിഷയങ്ങളെ അതിക്രമിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.